നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HCF ഉസാഖ, അതായത് പൊതു ഘടകങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും വലുതാണ് ഉസാഖ എന്ന് പറയുന്നത്, അല്ല HCF. അതെങ്ങനെ കണ്ടുപിടിക്കുന്ന നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നതും ചില എളുപ്പ വഴികളും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കിയാലോ. 4, 8 ഇവയുടെ HCF കാണാനുള്ള വഴി നോക്കിയോ. 4, 8 ഇങ്ങനെ ഘടകക്രിയ ചെയ്യാം. അപ്പൊ രണ്ടിനും പൊതുവായിട്ട് നമുക്ക് എഴുതാലോ, ഹരിക്കാം അല്ലെ. അപ്പൊ 2, 4 2 പ്രാവശ്യമുണ്ട്, 2, 8 4 പ്രാവശ്യമുണ്ട്. ഇങ്ങനെ എല്ലാത്തിലും പൊതു ഘടകങ്ങളുണ്ട് അല്ലെ. ഈ 2 എഴുതണം ബില്ലി. 2 2 ഒരു പ്രാവശ്യം, 2 4 2 പ്രാവശ്യം. ഇനി എഴുതാൻ പറ്റില്ലല്ലോ, ഈ കാരണം 1 2 അതിനകത്ത് പൊതുവായ ഘടകം എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ 2 × 2 പറ്റുള്ളൂ. 2 × 2 എത്രയാണ്? 4. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ HCF. ഈ ആൻസറും ഈ ചോദ്യം തമ്മിൽ ബന്ധമുണ്ടോ നോക്കിക്കേ. ഈ 8 4 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 ആണ് അല്ലെ. ആ വ്യത്യാസം കൊണ്ട് ഈ 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നിശേഷം എന്ന് വെച്ചാൽ റിമൈൻഡർ ഇല്ലാതെ പറ്റും. 8നെ ഹരിക്കാൻ പറ്റുമോ? റിമൈൻഡർ ഇല്ലാതെ പറ്റും. അപ്പോൾ 4നെയും പറ്റും, 8നെയും ഈ വ്യത്യാസമായ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 4 8 ഉണ്ട്. ഈ 4 8 തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. ആ 4 കൊണ്ട് ഈ 4നെയും 8നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ കണ്ടോ, ഉത്തരം കിട്ടിയത് ഏതാണ്? ആ വ്യത്യാസം എത്രയാണോ അതാണ് ഉത്തരം കിട്ടിയേക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് അനുമാനിക്കാം നമുക്ക്? 2 സംഖ്യകൾ തന്നാൽ അവയുടെ വ്യത്യാസം എടുക്കുക. ആ വ്യത്യാസത്തെ ആ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വെച്ചാൽ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ വ്യത്യാസമായിരിക്കും അതിന്റെ HCF. നമുക്ക് ഇനി താഴോട്ടുള്ള ഒരു കണക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാവും. നമുക്ക് ഇത് വാങ്ങിക്കാം. 30 60 90 120. നോക്കിക്കേ, ഇതിങ്ങനെ നമുക്ക് 30 60 90 120 ഇങ്ങനെ ഇട്ട് ചെയ്യുന്ന കുറെ സമയം എടുക്കണം, ഘടകങ്ങളാക്കി ചെയ്യണമെങ്കിൽ അല്ലേ, ഘടകക്രിയ ചെയ്യണമെങ്കിൽ. അതില്ലാതെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കിയാലോ, വ്യത്യാസം 30 60 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 30. 60 90 തമ്മിലോ 30. 90 120 തമ്മിലോ 30. എല്ലാത്തിൻ്റെയും വ്യത്യാസം 30ആണ്. അപ്പം വ്യത്യാസം എത്രയാണ്? 30 ആണ് അല്ലേ. ഇനിയോ എന്താ പറഞ്ഞ, ഈ വ്യത്യാസം കൊണ്ട് ഇതിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. 30നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 1 കിട്ടും. 30നെ 60 കൊണ്ട് 30നെ 60 30 തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 90 30 തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 120 30 തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. എല്ലാം നമുക്ക് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാണ്. അപ്പോൾ എന്താ ഉത്തരം എന്നാ പറഞ്ഞത്? ആ വ്യത്യാസം എത്രയോ അതാണ്. എത്രയോ വ്യത്യാസം? 30. അപ്പൊ HCF എത്രയായിരിക്കും? 30. ആദ്യത്തെ പോലെ തന്നെ ആദ്യത്തെ വ്യത്യാസം 4 ആയിരുന്നു. 4 കൊണ്ട് 4നെ 8നെ ഡിവൈഡ് ചെയ്യാവുന്നതുകൊണ്ട് HCF 4. ഇവിടെയോ ഈ വ്യത്യാസം എല്ലാത്തിൻ്റെയും വ്യത്യാസം 30 ആണ്. ആ 30 കൊണ്ട് എല്ലാ സംഖ്യയും ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് HCF 30 ചുരുക്കി പറഞ്ഞാൽ അല്ലേ. ഇനിയോ നമുക്ക് അടുത്തത് നോക്കാം. ഇത് നോക്കൂ, 12 15 21. ഇതിന്റെ വ്യത്യാസം നോക്കിക്കേ. 12ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 3. 15 21 തമ്മിലുള്ള വ്യത്യാസം 6ആണ്. കണ്ടോ, മുമ്പേ 2 കണക്കിലും ഒരേ വ്യത്യാസമായിരുന്നു. ഇവിടെ വന്നപ്പോൾ 2 വ്യത്യാസം വന്നു. 3 ഒരിടത്ത് വ്യത്യാസം വന്നു, മറ്റൊരിടത്ത് 6 വന്നു. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇതിന്റെ ചെറിയ വ്യത്യാസം എടുക്കണം. ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാ? 3 അല്ലേ. ആ 3 കൊണ്ട് ഈ സംഖ്യയും ഈ സംഖ്യയും ഈ സംഖ്യയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 3 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിശേഷം ഹരിക്കാൻ പറ്റും, ശിഷ്ടമില്ലാതെ അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പറ്റും. 15നെയും പറ്റില്ല 3 കൊണ്ട്. പറ്റും. 21നെയും പറ്റില്ലേ? പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ HCF എത്രയാണ്? HCF എത്രയായിരിക്കും? ഈ 3 ആയിരിക്കും അല്ലേ. 3 ആണ്. ഈ മുകളിലത്തെ സംഖ്യകളുടെ ആ വ്യത്യാസം എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാവുന്നതുകൊണ്ട് അതിന്റെ വ്യത്യാസം നമ്മൾ HCF ആയിട്ട് എഴുതി. ഇവിടെ വന്നപ്പോൾ 2 വ്യത്യാസമുണ്ട്, ഒരിടത്ത് 3 ഒരിടത്ത് 6 ആകുമ്പോൾ എങ്ങനെ ചെയ്യണം? അതിന്റെ ചെറിയ വ്യത്യാസം എടുത്തിട്ട് ഇതുകൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ, ഹരിക്കാമെങ്കിൽ ആ സംഖ്യ ആയിരിക്കും അതിന്റെ HCF. ഹരിക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണെന്ന് അടുത്ത കണക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഇതൊക്കെ നമ്മൾ ചെയ്തല്ലോ. 50 70 85. 50 70 85. ഇതെങ്ങനെ ചെയ്യാം?
ഈ വ്യത്യാസം നോക്കാം. 50 70 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20. 70 85 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 15. രണ്ട് വ്യത്യാസം വന്നു. ഈ ചെറിയ വ്യത്യാസം കൊണ്ട് എങ്ങനെ നോക്കണം? ആദ്യം എല്ലാം ഈ 3 സംഖ്യയെ ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. 50നെ പറ്റുമോ ഈ 15 കൊണ്ട്? ചെറിയ വ്യത്യാസം 15 ആണല്ലോ. 15 കൊണ്ട് 50നെ പറ്റുമോ? ഇല്ല. 70നെ പറ്റുമോ? ഇല്ല. 85നെ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ 2 രീതി പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടത് ചെറിയ വ്യത്യാസം, ചെറിയ വ്യത്യാസത്തിന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എഴുതാം. എത്രയൊക്കെയാണ്? 5 × 3 15 കിട്ടുമല്ലോ. അപ്പൊ 5 ഒരു ഫാക്ടറാണ്. അപ്പൊ 3ഉം ഫാക്ടറാണല്ലോ. 5 × 3 3 × 5. അപ്പൊ 5ഉം 3ഉം അതിന്റെ ഫാക്ടേഴ്സ്. പിന്നെ ഏതാ ഉള്ളത്? 1 ഉണ്ട്. അപ്പൊ 5ഉം 3ഉം 1ഉം അതിന്റെ ഈ 15ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ് അല്ലെ. ഇങ്ങനെ ഘടകങ്ങൾ എഴുതണം ആദ്യം. എന്നിട്ട് ഈ വലിയ സംഖ്യ എടുക്കണം. വലിയ ഫാക്ടർ എടുക്കാനുള്ള, ആദ്യം ചെറുതെടുക്കരുത്. വലിയ ഫാക്ടറിനെ ഈ 50 കൊണ്ട് വലിയ ഫാക്ടറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ശേഷം 50/5 നമുക്ക് റിമൈൻഡർ ഇല്ലാതെ കിട്ടും. 70നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 85നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ HCF എത്രയായിരിക്കും? 5 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ സംഖ്യയും അതിന്റെ വ്യത്യാസം, ആ ചെറിയ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മുമ്പത്തെ കണക്ക് പഠിച്ചു. ഇതിൽ ചെറിയ വ്യത്യാസം കൊണ്ട് പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൽ ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിൽ വലിയ ഫാക്ടർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ പറ്റുമെങ്കിൽ അതായിരിക്കും ആൻസർ. ആ വലിയ ഫാക്ടർ ആയിരിക്കും ഇതിന്റെ HCF. ഇനി ഇതിപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അതിന്റെ തൊട്ട് താഴത്തെ 3 എടുക്കണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ താഴോട്ട് പോകണം. ഇനി നമുക്ക് അത് അടുത്ത കണക്ക് കാണിച്ചു തരാം. 5 7 13. 5 7 13 അല്ലേ? ഇത് അപ്പൊ എങ്ങനെ ചെയ്യണം? ഇതിന് നോക്കിയേ, പൊതുവായ ഘടകങ്ങൾ ഉണ്ടോ നോക്കിയേ. 5നും 7നും 13നും ഉണ്ടോ? അപ്പൊ ഈ വ്യത്യാസം നമ്മൾ പഴയ രീതിയിൽ തന്നെ നോക്കാം. 5ന് 2ആണ് വ്യത്യാസം. 7ഉം 13 എത്രയാണ്? 6ആണ് വ്യത്യാസം. നമ്മൾ പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? ചെറിയ വ്യത്യാസം എടുക്കണം. ചെറിയ വ്യത്യാസം എടുത്തിട്ട് ഈ സംഖ്യകളെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. പറ്റുമോ? 2 കൊണ്ട് 5 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7/2 പറ്റുമോ? പൂർണ്ണമായിട്ട് കിട്ടില്ല. 13/2 പറ്റില്ല. ചെറിയൊരു സംഖ്യയാണല്ലോ നമ്മൾ നോക്കണ്ടേ, ചെറിയ വ്യത്യാസം. അത് പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? 2ന്റെ ഫാക്ടേഴ്സ്, 2ന്റെ ഘടകങ്ങൾ. 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 1ഉമാണ്, നമുക്കറിയാം. അപ്പോ ഇനി എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് പറ്റില്ല നമ്മൾ നേരത്തെ കണ്ടു. ഘടകങ്ങൾ എഴുതി നോക്കിയാലും വലിയ സംഖ്യയല്ലേ ആദ്യം എടുക്കണ്ടേ. 2 കൊണ്ട് 5നെയും 7നെയും 13 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായിട്ടും അല്ലെ. അപ്പൊ പിന്നെ അടുത്ത താഴത്തെ ഏത് സംഖ്യയാണ്? അടുത്തത് 1. അതായിരിക്കും ആൻസർ അല്ലെ. പിന്നെ ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? ഇവ പ്രൈം ഫാക്ടേഴ്സ്, പ്രൈം ഫിഗേഴ്സ് ആണ്, പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. 5 7 13. അതുകൊണ്ട് അപ്പോൾ ഇതിന് പൊതുവായ ഘടകങ്ങളൊന്നും ഇല്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ളത് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും 1 ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1 തന്നെ ഉത്തരം കിട്ടും. കണ്ടോ? 1 ഇതിന്റെ HCF. അപ്പോൾ നമ്മൾ പല രീതിയിൽ നോർമലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് 4 ആയിട്ടൊന്ന് പഠിച്ചു. അതിന്റെ എളുപ്പവഴി പഠിച്ചു. പിന്നെ താഴേക്ക് ആ വ്യത്യാസങ്ങൾ, പല രീതിയിൽ വ്യത്യാസം വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു. HCF നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ പോസ് ചെയ്താലും ഒരിക്കൽ കൂടി ഒന്ന് കണ്ട് നിങ്ങളത് മനസ്സിലിരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.